സ്വർണം ഉൽപ്പാദനക്കുറവ് കാരണം 2001 പ്രവർത്തനം നിലച്ച കോലാർ സ്വർണ്ണഖനി കർണാടക സംസ്ഥാനത്തിലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ടിരുന്നത് കോലാറാണ്. 1880 കോലാർ ഖനിയിൽ ശാസ്ത്രീയമായ ഖനനം ജോൺ ടൈലർ ആൻഡ് സൺസ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. കോലാർ ഖനിയിലേക്ക് വൈദ്യുതി നൽകുന്നതിനാണ് ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ വൈദ്യുത പദ്ധതി 1902 സ്ഥാപിച്ചത്. ഡാർജിലിംഗ്, കൊൽക്കത്ത എന്നിവയ്ക്ക് ശേഷം വൈദ്യുതീകരിക്കപ്പെട്ട മൂന്നാമത്തെ ഇന്ത്യൻ പട്ടണമാണ് കോലാർ. 1956 മൈസൂർ ഗവൺമെൻറ്റും 1962 ഇന്ത്യ ഗവൺമെൻറ്റും കോലാർ ഖനി ഏറ്റെടുത്തു. ഹട്ടി സ്വർണ്ണഖനി കർണാടകത്തിലെ റൈച്ചൂർ ജില്ലയിലാണ്. ഹൈദരാബാദ് സർക്കാരാണ് 1947 ഹട്ടി ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കമ്പനി ആരംഭിച്ചത്. സംസ്ഥാന പുനഃസംഘടനയോടെ ഖനി മൈസൂറിലായി. രാമഗിരി സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലാണ്. സ്വർണം ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കർണാടകമാണ്. 2001 മുംബൈയിൽ സ്ഥാപിതമായ ഷിർപൂർ ഗോൾഡ് റിഫൈനറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് റിഫൈനറി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് റിഫൈനറിയാണിത്. ഗ്രാഫൈറ്റ് ഒഡീഷയാണ് ഗ്രാഫൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ജാർഖണ്ഡ്, ഗുജറാത്ത്, കർണാടകം, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ഗ്രാഫൈറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ജിപ്സത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ രാജസ്ഥാനാണ്. അടുത്ത സ്ഥാനം ജമ്മു കാശ്മീരിനാണ്. തമിഴ്നാട്, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ജിപ്സം ഉണ്ട്. സിമൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ജിപ്സം. ഇരുമ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് പ്രധാന ഇരുമ്പ് അയിരുകൾ. ഹേമറ്റൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡിലാണ്. ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഹേമറ്റൈറ്റ് കാണപ്പെടുന്നു. കാന്തിക ഗുണം ഉള്ളതുകൊണ്ടാണ് മാഗ്നറ്റൈറ്റ് എന്നറിയപ്പെടുന്നത്. കർണാടകം, ആന്ധ്രാപ്രദേശ്, ഗോവ, കേരളം, തമിഴ്നാട്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ മറ്റ് അയിരുകളാണ് ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ഇന്ത്യയിൽ ആദ്യമായി 1904 ഇരുമ്പ് ഖനനം ആരംഭിച്ചത് സിംഗ്ഫുവിലാണ്. സിംഗ്ഫും ഖനി ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് ജാർഖണ്ഡിലാണ്. തമിഴ്നാട്ടിലെ സേലം, തെലങ്കാനയിലെ കരിംനഗർ, വാറങ്ങൽ, ആന്ധ്രാപ്രദേശിലെ കുർണൂൽ, കടപ്പ, അനന്ത്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഇരുമ്പ് ലഭിക്കുന്നുണ്ട്. ഇരുമ്പ് ഉൽപ്പാദനത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച തെന്നിന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ചിക്മംഗലൂരിലെ ബാബാബുദൻ കുന്നുകളിലെ കെമ്മങ്കുണ്ടി ഇരുമ്പ് നിക്ഷേപത്താൽ സമ്പന്നമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മെക്കാനൈസ്ഡ് ഖനിയാണ് ഛത്തീസ്ഗഡിലെ ബൈലാഡില. ഇവിടെ നിന്നുള്ള ഇരുമ്പ് വിശാഖപട്ടണം വഴി ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഡാൾട്ടൻഗഞ്ച് ഖനി ജാർഖണ്ഡിലെ പലമാവു ജില്ലയിലാണ്. ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് 1870. എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ജംഷഡ്പൂരിലാണ് 1907. 1954 സ്ഥാപിതമായ സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ, ബേൺപൂർ അഥവാ അസൻസോൾ എന്നിവിടങ്ങളിലാണ് സെയിലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റുകൾ. സേലം, ദുർഗാപൂർ, ഭദ്രാവതി എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ സ്റ്റീൽ പ്ലാന്റുകളുമുണ്ട്. ഇന്ത്യയിൽ പൊതുമേഖലയിൽ സ്ഥാപിതമായ ആദ്യ വൻകിട ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല 1955. റൂർക്കേല പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് പശ്ചിമ ജർമ്മനിയാണ് സഹായം നൽകിയത്. ഛത്തീസ്ഗഡിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിലേക്ക് ആവശ്യമായ ഇരുമ്പ് നൽകുന്നത് ദള്ളി രാജ്ഹാര അയൺ ഓർ കോംപ്ലക്സിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റാണ് ഭിലായ്. ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് ബ്രിട്ടൻ സഹായം നൽകി. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. നാഷണൽ മെറ്റലർജിക്കൽ ലാബോറട്ടറി ജംഷഡ്പൂരിലാണ്. ഈയം അഥവാ ലെഡ് ഈയത്തിൻ്റെ അയിരാണ് ഗലീന. തമിഴ്നാട്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവയാണ് ഈയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. ലോകസങ്കരങ്ങൾ നിർമ്മിക്കുന്നതിനും പെയിൻറ്, ഗ്ലാസ് മുതലായവയുടെ നിർമ്മാണത്തിനും ഈയം ഉപയോഗിക്കുന്നു. ലൈംസ്റ്റോൺ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഹിമാചൽപ്രദേശ്, ഒഡീഷ, ബീഹാർ, ഉത്തരാഞ്ചൽ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ലൈംസ്റ്റോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
സിമൻ്റ് നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളിലൊന്നാണ് ലൈംസ്റ്റോൺ. മാഗ്നസൈറ്റ്. ഉത്തരാഞ്ചൽ, തമിഴ്നാട്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മാഗ്നസൈറ്റ് നിക്ഷേപങ്ങൾ ഉള്ളത്. ജമ്മു കാശ്മീർ, കർണാടകം, ഹിമാചൽ പ്രദേശ്, കേരളം എന്നിവിടങ്ങളിൽ കുറഞ്ഞ തോതിലുള്ള സാന്നിധ്യമുണ്ട്. മാംഗനീസ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ബോണായി, കൊണ്ടുജാർ, സുന്ദർഗഡ്, ഗംഗ്പൂർ, കോരാപുട്ട്, കാളഹന്ദി, ബോലംഗീർ എന്നിവയാണ് ഒഡീഷയിലെ പ്രധാന മാംഗനീസ് പ്രദേശങ്ങൾ. ധർവാർ, ബെല്ലാരി, ബലഗവി, നോർത്ത് കാനറ, ഷിമോഗ, ചിത്രദുർഗ്, തുങ്കൂർ, ചിക്മംഗളൂർ എന്നിവയാണ് കർണാടകത്തിൽ മാംഗനീസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, രത്നഗിരി, ഭണ്ഡാര എന്നീ സ്ഥലങ്ങളിലും മധ്യപ്രദേശിൽ ബലാഘട്ട്, മാണ്ഡ്ല, ജബുവ എന്നിവിടങ്ങളിലും മാംഗനീസിൻ്റെ സാന്നിധ്യമുണ്ട്. മൈക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ബീഹാറിലെ ഗയ, ജാർഖണ്ഡിലെ ഹസരിബാഗ്, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്നിവിടങ്ങളിൽ മൈക്ക ധാരാളമായി ഉണ്ട്. വൈദ്യുതി വ്യവസായത്തിൽ മൈക്ക വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ധാതുവാണ് മൈക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പെട്രോളിയം. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ പെട്രോളിയം അറിയപ്പെടുന്നു. ഇന്ത്യയിലെ പെട്രോളിയം നിക്ഷേപം പരിമിതമാണ്. അസമിലെ ദിഗ്ബോയി ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടം. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബയ്ക്ക് സമീപമുള്ള ലൂണേജ്, അങ്കലേശ്വർ, കലോൾ എന്നിവിടങ്ങളിൽ എണ്ണ ഖനനമുണ്ട്. ഇന്ത്യയിലെ ഓഫ് ഷോർ എണ്ണപ്പാടമാണ് മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈ. നഹർകാത്തിയ, രുദ്രസാഗർ, മൊറാൻ, ഹുഗ്രിജൻ, ലോഗോവ, ഗലേഗി എന്നീ എണ്ണപ്പാടങ്ങൾ അപ്പർ ആസാമിലാണ്. അസമിലെ ഓയിൽ റിഫൈനറികൾ ദിഗ്ബോയി, ബൊഗായിഗവോൺ, നുമാലിഗഡ് എന്നിവിടങ്ങളിലാണ്. ബറൗണി ഓയിൽ റിഫൈനറി ബീഹാറിലാണ്. ബംഗാളിൽ ഹാൽഡിയയിലും ഹരിയാനയിൽ പാനിപ്പട്ടിലും ഒഡീഷയിൽ പാരാദീപിലും പഞ്ചാബിൽ ഭട്ടിണ്ടയിലും കേരളത്തിൽ കൊച്ചിയിലും മധ്യപ്രദേശിൽ ബിനയിലും ഓയിൽ റിഫൈനറികളുണ്ട്. ഗുജറാത്തിലാണ് കൊയാലി ഓയിൽ റിഫൈനറി. മധുര ഓയിൽ റിഫൈനറി ഉത്തർപ്രദേശിലാണ്. കർണാടകത്തിൽ മംഗലൂരുവിലാണ് ഓയിൽ റിഫൈനറി. ചെന്നൈ, നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് തമിഴ്നാട്ടിലെ ഓയിൽ റിഫൈനറികൾ. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും ഭാരത് പെട്രോളിയത്തിനും മുംബൈയിൽ ഓയിൽ റിഫൈനറികളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിഫൈനറികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലാണ്. റിലയൻസിൻ്റെ 2 ഓയിൽ റിഫൈനറികൾ ഗുജറാത്തിലെ ജാംനഗറിലാണ്. റിലയൻസിൻ്റെ ഉടമസ്ഥതയിൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി. എസ്ആർ ഓയിൽ ലിമിറ്റഡിൻ്റെ ഓയിൽ റിഫൈനറി ഗുജറാത്തിലെ വദിനർ എന്ന സ്ഥലത്താണ്. ടങ്സ്റ്റൺ. രാജസ്ഥാനിലെ ദഹാനയിലാണ് പ്രധാനമായും ടങ്സ്റ്റൺ നിക്ഷേപങ്ങളുള്ളത്. മഹാരാഷ്ട്ര, ഹരിയാന, ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ടങ്സ്റ്റൻ്റെ സാന്നിധ്യമുണ്ട്. നാഗം, സിങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഗം ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനാണ്. സവർഹനി രാജസ്ഥാനിലാണ്. ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും സിങ്ക് ലഭ്യമാണ്. സ്പലൈറൈറ്റ് സിങ്കിൻ്റെ അയിരാണ്. കലാമീൻ, സിങ്ക് ബ്ലൻഡ് എന്നിവയും സിങ്കിൻ്റെ അയിരുകളാണ്.